ഈ ഐക്യു ലെവൽ കുറഞ്ഞിട്ടുള്ള എന്ത് വന്നാലും BJP സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ മോദിയെ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുമുണ്ട്. അവർ വിചാരിക്കുന്നത് മോഹൻലാൽ അവരുടെ ഒരു സ്വത്താണെന്നാണ്. സംഘപരിവാറിൻ്റെ, RSSൻ്റെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ, അതിൻ്റെ ഫാസിസ്റ്റ് പ്രവണതകളുടെ ഒരു സഹയാത്രികനും പ്രചാരകനുമാണ് കേരളത്തിലെ നടനായ മോഹൻലാൽ. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ സർക്കാരിനെതിരെ ഒന്നും പറഞ്ഞുകൂടാ. അദ്ദേഹം ഞങ്ങളുടെ സർക്കാരിനെതിരെ വേണമെങ്കിൽ മറ്റ് താരങ്ങൾ പറഞ്ഞോട്ടെ, ടൊവിനോ തോമസ് പറഞ്ഞോട്ടെ, ചന്തു സലീം ഗോർ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ മോഹൻലാൽ പറയാൻ പാടില്ല. അദ്ദേഹം സംഘത്തിൻ്റെ സ്വത്താണെന്ന് വിചാരിച്ചിരിക്കുന്നു ഈ മനുഷ്യർ, ഈ കമൻറ്റിൽ വരുന്ന വിഡ്ഢികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോഹൻലാലിന് ശരിയാണ്, അദ്ദേഹം സന്യാസി തുല്യമായിട്ടുള്ള ഒരു ദർശനത്തോടെ ഇന്ത്യയെ നയിക്കുന്ന ആളാണ് മോദി എന്ന് കഴിഞ്ഞ മാസവും പറഞ്ഞ ആളാണ്. കഴിഞ്ഞ മാസമല്ല, റീസെൻ്റ്ലി പറഞ്ഞ ആളാണ്. ഇതിനു മുമ്പ് മോദിയുടെ പല പ്രോജക്റ്റുകളെയും അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പാത്രം കൊട്ടാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പാത്രം കൊട്ടിയിട്ടുണ്ട്. നോട്ട് നിരോധനം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അദ്ദേഹം പിണറായി വിജയൻ അതിഗംഭീരമായി കേരളത്തെ നയിക്കുന്ന ആളാണെന്ന് പറയുകയും പിണറായി വിജയന് മൂന്നാമതൊരിക്കൽ കൂടി ഭരണം കിട്ടാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടിയുടെ മുഖ്യ കർമ്മിയായിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടാണ്. അതേ അദ്ദേഹം VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പറവൂരിൽ പോയി സ്നേഹാലിംഗനങ്ങളാൽ അദ്ദേഹത്തെ പൊതിയുന്നത് കണ്ടാണ്. മോഹൻലാൽ അങ്ങനെ ഒന്നുമില്ല. അദ്ദേഹത്തിന് ആരെയും പിന്തുണയ്ക്കാനോ ആരെക്കുറിച്ചും നല്ലത് പറയാൻ ഒരു മടിയുമില്ല. അദ്ദേഹം അങ്ങനെ ഫ്രീ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണെന്ന് എൻ്റെ തോന്നൽ. അദ്ദേഹത്തിൻ്റെ മകളോട് അദ്ദേഹം നമ്മൾ സംഘപരിവാരമാണ് കേട്ടോ, അതുകൊണ്ട് സംഘപരിവാർ ചെയ്യുന്നതെല്ലാം നമ്മുടെ പരിപാടിയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ അവരെ പഠിപ്പിച്ചിട്ടുള്ളൂ. അവരെയും അവരുടെ മക്കളെയും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും സ്വതന്ത്രമായി ചിന്തിക്കാനാണ്. അവർ സ്വതന്ത്രമായി ചിന്തിക്കുന്നു. അവർക്ക് ആ കാഴ്ച കാണുമ്പോൾ അവർക്ക് ഇത് ഒരു ഭരണകൂടത്തിൻ്റെ അതിക്രിയയാണ് എന്ന് തോന്നുന്നു. അവരതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. പക്ഷേ ബാക്കി ആരോടും തോന്നാത്തത്, ഇവരോട് തോന്നുന്നത് ഇതൊക്കെ ഇവരുടെ കുടുംബസ്വത്താണ്. മോഹൻലാലിൻ്റെ മക്കൾ അവരൊക്കെ സംഘിനൊപ്പം നിന്നോണം, സംഘിൻ്റെ എല്ലാ വിദ്വേഷ പദ്ധതികളും കണ്ട് മിണ്ടാതിരുന്നോണം എന്ന് വിചാരിക്കുന്നതിൻ്റെ പ്രശ്നമാണ്.